ഹലോ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കലാണ്. നമ്മൾ സ്കിന്നിൽ എത്രയോ ഓയിലും അല്ലെങ്കിൽ സ്കിൻ കെയർ ക്രീമൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്, അതായത് കഴിക്കുന്നത്, സ്കിന്നിന് വേണ്ടിയിട്ട് കഴിക്കുന്നത് കുറവായിരിക്കും. മാത്രമല്ല എല്ലാവർക്കും മടിയുള്ള കാര്യമാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും സ്കിൻ നല്ല ഗ്ലോ ആയി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ജ്യൂസാണ് ഞാൻ പരിചയപ്പെടുന്നത്. 2-3 ജ്യൂസ് ഉണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ഒന്നേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാ വീട്ടിലും വെച്ചാൽ ബീട്രൂട്ട്, ക്യാരറ്റ്, അതുപോലെ തന്നെ തക്കാളി, പിന്നെ കുക്കുംബർ. അപ്പോൾ ഇത്രയാണ് 4 സാധനങ്ങളും ഇല്ലാത്ത വീടുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അമേസിങ് ആണ്. വളരെ വേഗത്തിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ഒരാൾക്കുള്ള ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത്, ചില ആൾക്കാർ ഇത് അരിച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ കഴിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഞാൻ ഇതായിരിക്കാനൊന്നും പോയില്ല. ഞാൻ ഇതങ്ങനെ തന്നെ കുടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അരിക്കുമ്പോൾ അതിൻ്റെ ഫൈബറും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ. എന്നിട്ട് അങ്ങനെ തന്നെ കഴിച്ചോളി. എന്തായാലും നിറം നല്ല രീതിയിൽ തന്നെ വർദ്ധിക്കും, ഫേസൊക്കെ നല്ല ഗ്ലോ ആയി മാറും. പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ക്യാരറ്റ് ആയാലും കുക്കുംബർ ആയാലും ബീട്രൂട്ട് ആയാലും അതുപോലെ തന്നെ എല്ലാം നല്ല ഹെൽത്തിനും നല്ലതാണ്, സ്കിന്നിനും നല്ലതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇടയ്ക്കെങ്കിലും ഈ ഒരു ജ്യൂസാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാട് ജ്യൂസ് ഉണ്ട് സ്കിൻ ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക, പാടുകൾ മാറാനൊക്കെ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും ഫേസിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് നിർത്തുമ്പോൾ വീണ്ടും വീണ്ടും വരാനേ ചാൻസ് ഉള്ളൂ. ഇതാവുമ്പോൾ വലിയ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല.